പ്രഭാതഭേരി. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് വളരെയധികം ആഹ്ലാദത്തോടെ അഭിമാനത്തോടെയാണ് പ്രഭാതഭേരിയിൽ സംസാരിക്കുന്നത്. അഭിമാനം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ വിദഗ്ധമായി അവരുടെ സഹജീവികളെ, ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളെ ശാസ്ത്രീയമായി എങ്ങനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാം എന്ന് ഗവേഷണം നടത്തുന്നുണ്ടല്ലോ എന്നോർത്തിട്ടാണ്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കേട്ട കേസുകളിലെല്ലാം സഹപാഠികളെ എങ്ങനെയാണ് ശല്യം ചെയ്യേണ്ടത് എന്നവർ പലതരത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ചലച്ചിത്രങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുന്നതാണോ, ഇവരിൽ നിന്ന് ചലച്ചിത്രങ്ങൾ സ്വീകരിക്കുന്നതാണോ എന്നറിയാത്ത വിധത്തിലാണ് ക്രൂരതയുടെ വിളയാട്ടം. അതിനെ നമ്മൾ റാഗിംഗ് എന്ന ഓമന പേരിട്ടാണ് വിളിക്കുന്നത്. ഈ റാഗിങ്ങിനെ പണ്ട് കാലം മുതലേ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് ഉപകരിക്കുന്നതാണ് എന്ന് വിചാരിച്ച് ഏതോ ഒരു പാശ്ചാത്യ സമ്പ്രദായത്തെ പിന്തുടർന്ന് അതിനെ ചെറിയ തോതിൽ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു സമൂഹം. പക്ഷേ അത് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് അധോലോക പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിക്കുന്ന വിധത്തിലായി തീർന്നതുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതഭേരി ഇങ്ങനെയായിത്തീരുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിന് വിധേയനായി നിര്യാതനായ സിദ്ധാർത്ഥൻ്റെ 1ാം ചരമദിനം ഇന്നലെയായിരുന്നു. ആ ചരമദിനം അടുക്കുമ്പോഴേക്കും ഇത്രയും ഗുരുതരമായ ഒരു കേസുണ്ടായിട്ട് നമ്മൾ എത്രയധികം ക്രൂരതകളിലൂടെ കടന്നുപോയി എന്ന് വളരെ ചെറിയ തോതിലൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ. ഞാൻ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ്. സിദ്ധാർത്ഥന്റെ ഈ ഒരു റാഗിങ് കൊലപാതകത്തോടു കൂടി നിൽക്കുമെന്ന് വിചാരിച്ചു. പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഈ കൊലപാതകം കഴിഞ്ഞ് 2 മാസം വരെ ഭയങ്കര പ്രക്ഷോഭവും കാര്യവും കേരളം മുഴുവൻ അതിൽ ഉത്തരവാദികളായിട്ട് ഉള്ളവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം വിചാരിച്ചു അതങ്ങ് നിൽക്കും. പക്ഷെ നിന്നില്ല. നിൽക്കാത്ത കാരണം എന്ന് പറഞ്ഞാല് എന്ത് കുറ്റം ചെയ്താലും, എന്ത് റാഗിങ് ചെയ്തു കഴിഞ്ഞാലും, കൊലപാതകം ചെയ്തു കഴിഞ്ഞാലും ഇതിനെതിരെ അല്ലെങ്കിൽ കൊലപാതകം ചെയ്തവർക്ക് രക്ഷ കൊടുക്കാനായിട്ട്, രക്ഷിക്കാനായിട്ട് ഒരു വേറൊരു സപ്പോർട്ടുണ്ട്. അതാണ് ഇവരുടെ ഒരു ധൈര്യം. പക്ഷെ സിദ്ധാർത്ഥന്റെ കൊലപാതകം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞത്, ഈ കൊലപാതകത്തിന് 7 മാസത്തിന് മുമ്പേ വരെ അന്ന് വരെ സിദ്ധാർത്ഥനെ വിളിച്ചുകൊണ്ട് പോയി പൂക്കോട് വെറ്റിനറി കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റിന്റെ മുറിയിൽ രാവിലെയും വൈകുന്നേരവും ഇവൻ അവിടെ വന്നിട്ട് ഡ്രസ്സെല്ലാം ഊരി നിന്ന് ക്ലീൻ ചെയ്ത് അവിടെ 1 മണിക്കൂർ രാവിലെ വെയിറ്റ് ചെയ്യണം, പിന്നെ വൈകുന്നേരം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഈ കാര്യം വളരെ ഞെട്ടലോടെ, മരണം അറിയുന്നതിനേക്കാളും അധികം വളരെ വിഷമത്തോടെയാണ് ആ ഒരു വാർത്ത കേട്ടത്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ, പോലീസ് റിപ്പോർട്ടിലും CBI റിപ്പോർട്ടിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ എൻ്റെ ചെറുക്കൻ പഠിക്കാണ്. എൻ്റെ പേര് ലക്ഷ്മണ പെരുമാൾ. കഴിഞ്ഞ 10-ാം തീയതി രാത്രി 5 പിള്ളേരും കൂടെ ചേർന്നിട്ട്, ഈ 3 പിള്ളേരെയും അതിൽ കൂട്ടത്തിൽ എൻ്റെ മോനും കൂടെ ഉണ്ട്, അവനെ അടിക്കുകയും നിരന്തരം ശല്യം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഒരു പയ്യൻ അവരെ അച്ഛനെ വിളിക്കുകയും, അച്ഛൻ ഉടനെ എന്നെ ചെയ്തു, ക്ലാസ് ടീച്ചറെ വിളിച്ചു. ടീച്ചറെ പിന്നെ ഒരു സംഭവം ടീച്ചറെ ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ് ടീച്ചർ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ഇവര് 3 പേരും കൂടെ നമുക്ക് 3 പേരും കൂടെ പറയാന്ന് പറഞ്ഞ് 3 പേരും ക്ലാസ് ടീച്ചറെ പോയപ്പോ ഇതിന്റെ ദേഹത്തെ പാടൊക്കെ ഉണ്ട്. ഇവരെ കഴിഞ്ഞ 3-4 മാസമായിട്ട് അടിക്കുകയും പിടിക്കുകയും ഒരുപാട് ശല്യം ചെയ്തു. ടീച്ചർ പിറ്റേ 15-ാം തീയതി എന്നെ തിങ്കളാഴ്ച 2 മണിക്ക് വിളിച്ചു. ചോദിച്ചപ്പെടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ സഹിതം ഇവര് നിരന്തരം ശല്യമായിരുന്നു, നിങ്ങൾ അന്വേഷിച്ചപ്പെടുത്തൊക്കെ 3-4 മാസമായിട്ട് ശല്യം ചെയ്യും, ദേഹത്ത് പഴുക്കൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ സസ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പോലീസിനെ പരാതി കൊടുത്ത് FIR എഴുതുന്നേ ഉള്ളൂ. 15-ാം തീയതി രാത്രി 10:30 ചെറുക്കൻ സംസാരിച്ചു. അപ്പം പറഞ്ഞു, പിന്നെ ഇങ്ങനെ വാർത്തയെ കൊടുത്തു, ഇങ്ങനെ പോലീസ് അവരെ റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഞങ്ങൾ അറിയുന്നത്. ഇത്ര ക്രൂരമായിട്ട് അവരെ ദേഹത്തിന് പരിക്കേക്കുകയും കത്തി കൊണ്ട് ഇത് ചെയ്യുകയും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇവർക്ക് ശിക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ ശിക്ഷ കൊടുക്കുന്നത്, ഇന്ത്യയിൽ കൊടുക്കാത്ത ശിക്ഷ കൊടുക്കണം. ഇനി മേലെ ഒരു കുട്ടിക്ക് ഇതുപോലെ വരാൻ പാടില്ല. ഡോക്ടർ വാണി ദേവി, സൈക്കോളജിസ്റ്റ് ആണ്. കഴിഞ്ഞ നവംബറിൽ സഹപാഠികളുടെ ക്രൂരപീഡനത്തിനിരയായിട്ട്, റാഗിങ്ങിനിരയായി ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരു കുട്ടിയുണ്ട്, അമ്മു സജീവ്. ഈ അമ്മു എന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. ഈ അമ്മുവിന്റെ കാര്യത്തിലും അന്നും പല പരാതികളും പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് കോളേജിലേക്ക് പോയിട്ടുണ്ട്. കോളേജുകാർ ഇപ്പോഴും പറയുന്നത്
ഞങ്ങൾ വാൺ ചെയ്ത് വിട്ടു, പറഞ്ഞ് ഒത്തുതീർപ്പാക്കി എന്നാണ് പറയുന്നത്. ക്രൂരമായ മാനസിക പീഡനത്തിനും പലപ്പോഴും ശാരീരികമായി ഉപദ്രവിക്കാനും ബാത്റൂമിന്റെ പരിസരത്തിട്ട് അടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് അമ്മുവിന്റെ പാരന്റ്സ് കോളേജിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. എന്നിട്ടും ശക്തമായ ആക്ഷൻ എടുത്തില്ല എന്നുള്ളത് എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ആ ഒരു ആക്ഷൻ അന്ന് എടുക്കാൻ കോളേജ് അധികൃതർ റെഡിയായിരുന്നെങ്കിൽ ഇന്നും ഒരു മികച്ച വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അമ്മു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേനെ. നമുക്കിവിടെ നിയമമുണ്ട്, ആന്റി റാഗിംഗ് സെൽസ് ഉണ്ട്, എല്ലാ കോളേജിനകത്തുമുണ്ട്. പക്ഷെ അവിടെ ഒന്നും അത് നിയമപരമായി കൃത്യമായി ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഇടയാണ് അമ്മു. അമ്മുന് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചു. കോളേജ് ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. കുട്ടികളുടെ ബഹളം കേട്ടാണ് വാർഡൻ ചെന്ന് നോക്കുന്നത് എന്ന് പറയും. നഴ്സുമാരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിക്കുന്ന നഴ്സുമാര് തന്നെ ട്യൂട്ടേഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അമ്മു പഠിക്കുന്നത്. അവിടെ നിന്ന് ഈ പറയുന്ന ഒരു നഴ്സിംഗ് ട്യൂട്ടർ ഉൾപ്പെടെയുള്ള 3 പേർ ചേർന്ന് ആംബുലൻസിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് എന്തിനാണ് തിരുവനന്തപുരം വരെ കൊണ്ടുവന്നത്? അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നെങ്കിൽ തിരുവനന്തപുരം വേണ്ടായിരുന്നല്ലോ, പരിസരത്തുള്ള ആശുപത്രികൾ ധാരാളമുള്ള സ്ഥലമാണല്ലോ, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമായിരുന്നല്ലോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ട്രിവാൻഡ്രത്തേക്ക് ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എയ്ഡെങ്കിലും കൊടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നടക്കണം. അത് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല. അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടുന്നതാണ്. പേര് സുമിത് കുമാർ എന്നാണ്. കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറാണ്. കൊളവല്ലൂർ സ്കൂളില് കുട്ടിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ അഡിക്റ്റീവായിട്ട് ഇൻഫർമേഷൻ കിട്ടി. നമ്മൾ ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ട് FIR രജിസ്റ്റർ ചെയ്യുകയും കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ റാഗിംഗ് നടന്നതായിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് പ്രകാരം സെക്ഷൻ ആഡ് ചെയ്തിട്ട് അവരെ ഈ പ്രതികളായിട്ടുള്ള കുട്ടികൾ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ബന്ധപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കുകയും കോടതി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് അവര് അടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു മെഡിക്കൽ ലീഗൽ കേസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഇന്റിമേഷൻ കിട്ടും. ആ ഇന്റിമേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കുട്ടി പറഞ്ഞിട്ടുള്ളത് അടിക്കാൻ കാരണം സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ് അടിച്ചതെന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മൊഴി രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മുൻ DGP ജേക്കബ് പുന്നൂസ്. അധ്യാപക സമൂഹവും വിദ്യാർത്ഥി സമൂഹവും ഒരുപോലെ റെസ്പോൺസീവ് ആണെങ്കിലേ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് ഒരു ചട്ടമുള്ളപ്പോൾ ആ കമ്മിറ്റി എല്ലാ വർഷവും കൂടുകയും ആ കമ്മിറ്റി ആക്റ്റീവായിട്ട് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുകയും വേണം. ഇതിൽ ഈ നിയമം ഉണ്ടാക്കിയ കാലഘട്ടങ്ങളിൽ എല്ലാ കോളേജുകളിലും പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോളേജുകളിൽ എല്ലായിടത്തും ഒരു വിസിറ്റേഴ്സുമാർ തന്നെ പോയി അവരെ കൊണ്ട് 2 ക്ലാസ് എടുപ്പിക്കുന്ന രീതിയുണ്ട്. ഇപ്പോഴും ആ രീതി തുടരുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ ധാരാളമായിട്ടുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം കേരളത്തിൽ കോളേജുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇതനുസരിച്ച് ഇതിന്റെ ഒരു സൂപ്പർവിഷൻ കൂടുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ കമ്മിറ്റികളൊന്നും കൂടാത്തതും ഫസ്റ്റ് ഇയേഴ്സിനെ ഒരു കൗൺസിൽ ചെയ്യുകയും അവരെ റെഗുലറായിട്ട് അധ്യാപകർ മീറ്റ് ചെയ്യുകയും അവരെ ആരെങ്കിലും റാഗ് ചെയ്യേണ്ടെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റാഗിംഗ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ പോലീസ് മാത്രം വിചാരിച്ചാൽ ഒരു ക്യാമ്പസിലേക്ക് കടന്നു എന്ന് അവിടെയുള്ള ആളുകളെ നിയന്ത്രിക്കുന്നത് റാഗിംഗ് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. എന്റെ പേര് ഡോക്ടർ പ്രവീൺ സാഗല്യ, കോളേജ് അധ്യാപകനാണ്. സീനിയേഴ്സ് ജൂനിയേഴ്സിനോട് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നമ്മളെല്ലാവരും റാഗിങ്ങിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ ഒരു താൻപോരിമ അല്ലെങ്കിൽ അപ്രമാദിത്വം തെളിയിക്കാൻ വേണ്ടി ജൂനിയേഴ്സിനോട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ പഴയ കാലഘട്ടം നോക്കുമ്പോൾ ഒരു 10-30 കൊല്ലം മുമ്പുള്ള കാലഘട്ടം തൊട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതേപോലെ നിഷ്ഠൂരമായി പെരുമാറുന്ന സീനിയേഴ്സ് ഒന്നും ഇന്നത്തെ ക്യാമ്പസുകളിൽ ഇല്ല. ക്യാമ്പസുകളിൽ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ട് ചില പേക്കൂട്ടുകൾ നടക്കുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ എതിർ രാഷ്ട്രീയ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ചിലർ മർദ്ദന മുറകൾ ഇവിടെ ഉപയോഗിക്കുന്നു. നിഷ്ഠൂരമായ പ്രക്രിയകളിൽ ചിലർ കുട്ടികളെ ഏർപ്പെടുത്തുന്നു. അതിനെ കേവലം ക്യാമ്പസ് റാഗിംഗ് ആയി ചുരുക്കുകയാണ് വർത്തമാനകാല കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പല ക്യാമ്പസുകളിൽ നടന്നു എന്ന് പറയുന്ന റാഗിംഗ് ഒന്നും സീനിയേഴ്സ് ജൂനിയേഴ്സിനോട് ചെയ്തതായി ഞാൻ കണക്കാക്കുന്നില്ല. അതിൽ രാഷ്ട്രീയ പക്ഷമുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെ പേരിൽ കുട്ടികളിൽ നിന്ന് അവകാശത്തിന്റെ നിറം കൊടുത്ത് പൈസ പിരിക്കാൻ ശ്രമിക്കുന്നു. അതിനെ പ്രതിരോധിക്കുന്ന കുട്ടികളാണ് ഈ മർദ്ദനത്തിനിരയാകുന്നത്. അധ്യാപകർക്ക് നേരെ പോലും നിരന്തരം കയ്യേറ്റങ്ങൾ ക്യാമ്പസുകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിക്കാറുണ്ട്. ചില സിനിമകളിൽ പറയുന്നത് പോലെ പാമ്പ് ചത്താൽ തവള ചാവും വരെയാണ് ഈ വാർത്തയ്ക്ക് പ്രസക്തി. 2-3 ദിവസം മാധ്യമങ്ങളും ചർച്ച ചെയ്യും, ഈ കാലവും കഴിഞ്ഞു പോകും. അതിർത്തിയില്ലാത്ത ദയാരാഹിത്യത്തിന്റെ
പുതിയ മുഖമാണിത്. എന്തുകൊണ്ട് നമ്മളുടെ ചെറുപ്പക്കാർ ഇങ്ങനെ ക്രൗര്യത്തിൽ ആനന്ദിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് അതിന് ഉത്തരം പറയുക? നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം ഉദ്ബോധനം നടത്തുന്നവരും പ്രബോധിപ്പിക്കുന്നവരും നാട്ടിലെല്ലായിടത്തും സാംസ്കാരിക നവോത്ഥാനത്തിന്റെ കാഹളമൂതുന്നവരുമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരുണ്യം പ്രസരിപ്പിച്ചുകൊണ്ട് എല്ലാ ദർശനങ്ങളുടെയും വക്താക്കൾ എല്ലാ ജംഗ്ഷനിലും മൈക്ക് വെച്ച് പ്രചരണം നടത്തുന്ന ഒരു നാടാണ് നമ്മളുടേത്. നമ്മളുടെ കുട്ടികളെ, ഏറ്റവും അടുത്തിരിക്കുന്ന കുട്ടിയെ ആയുധം കൊണ്ടോ വാക്കുകൊണ്ടോ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ദയനീയമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്ന് എപ്പോഴാണ് തിരിച്ചറിവുണ്ടാവുക, അന്നു മാത്രമാണ് ഇതിന് പരിഹാരത്തിനായി നമ്മൾ ശ്രമിച്ചു തുടങ്ങുക. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് നിയമത്തിൻ്റെ ഭാഷയിൽ, ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഷയിൽ, പിന്നെ തീരെ ആത്മാർത്ഥതയില്ലാത്ത, സത്യസന്ധതയില്ലാത്ത, നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രബോധനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കലാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു തിന്മയെ പ്രതിരോധിക്കാൻ വേണ്ടി കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നോ എന്ന ആത്മപരിശോധനയാണ് ഈ സമയത്ത് നടക്കേണ്ടത്.